നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സ്മൃതി ഇത്ര നന്നായി പാചകം ചെയ്യാൻ പഠിച്ചോ? അയ്യോ, ഇന്നത്തെ കുക്കിംഗ് ഞാനല്ല ചെയ്തതമ്മേ. പിന്നെ ഇതെല്ലാം ആരാ ഉണ്ടാക്കി? ഇതെല്ലാം ഈ വീട്ടിലെ പുതിയ മരുമകളുടെ കൈപുണ്യ. അപ്പൊ ആരാ ഏട്ടനത് ഭക്ഷണം ഉണ്ടാക്കി തരുന്നേ? എനിക്ക് ഗോപിക ഉണ്ടാക്കി തന്നാ മതി. ഗോപിക ചേച്ചിയോ? ആ, ഗോപിക ഉണ്ടാക്കി തരും. ഞാൻ പോയി ഗോപിക വിളിച്ചോണ്ട് വരട്ടെ. ചേട്ടാ നിക്ക്, ചേട്ടാ സിദ്ധുവേട്ടാ. ഈ ചേട്ടന്റെ കാര്യം. ഗോപിക, ഗോപിക എനിക്ക് എന്താ? വാ വാ സിദ്ധുവേട്ടാ, ഇപ്പൊ എന്തിനാ? കാര്യം എന്താന്ന് പറ സിദ്ധുവേട്ടാ. എന്നിവിടെ സ്മൃതി ആഹാരം ഉണ്ടാക്കണേ. എനിക്കാണ് ഇന്ന് കഴിച്ചേച്ച് മടുത്തു. ഇന്നെനിക്ക് ഗോപിക എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി തന്നെ. സിദ്ധുവേട്ടാ, അല്ല അത് ഒന്നും പറയണ്ട. വാ വാ. എനിക്ക് ഇന്ന് അവിയല് വേണം, സാമ്പാർ വേണം, ചോറ് വേണം, ചമ്മന്തി വേണം, അച്ചാറ് വേണം. അവിയല് വേണം, പുളിശ്ശേരി വേണം, അച്ചാറ് വേണം. വാ വാ, മാറങ്ങോട്ട്. ഇന്നിവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ പോണ ഗോപികയാ. എനിക്ക് ഇഷ്ടമുള്ള എല്ലാം ഗോപിക ഉണ്ടാക്കി തരൂ. ഗോപികെ വേണ്ടാക്ക്. അതെ സിദ്ധുവേട്ടാ, ഞാൻ വേഗം തുടങ്ങ്. സ്മൃതി കണ്ടില്ലേ, ഞാനിപ്പോ എന്താ ചെയ്യാ? രാവിലെ ഞാൻ അടുക്കള കയറിയതിന് ചെറിയ മെന്നെ പറഞ്ഞ വാക്കുകൾ നീ കേട്ടതല്ലേ? ഞാനിപ്പോ വീണ്ടും ഇതിനകത്തുനിന്ന് കുക്ക് ചെയ്യുന്നത് കണ്ട എല്ലാരും ചേർന്ന് പ്രശ്നമാക്കില്ലേ? ഗോപികെ തുടങ്ങിയില്ലെങ്കി ഉണ്ടല്ലോ. നീ തന്നെ പറയ സ്മൃതി, ഞാനിപ്പോ എന്താ ചെയ്യാ? അതൊന്നും ഓർത്ത് ഗോപികച്ച് പേടിക്കണ്ട. ഇവിടുത്തെ പ്രശ്നക്കാരും ഇവിടെ ഇല്ല. എല്ലാരും ഓരോരോ ആവശ്യത്തിനായിട്ട് പുറത്തു പോയിരിക്കുക. മുത്തശ്ശി മാത്രമേ ഉള്ളൂ. കഴിക്കാനുള്ള നേരത്തല്ലാതെ മുത്തശ്ശിനി പുറത്തേക്ക് വരില്ല. അതാ പതിവ്. ഉച്ചയൂണിന് എല്ലാരും എത്തുന്നതിന് മുമ്പ് ഏട്ടത്തി പാചകം ചെയ്തോളൂ. ആരും അറിയാണ്ട് ഞാൻ നോക്കിക്കോളാം. കൊഴപ്പാവോ? എന്തു കുഴപ്പം? ഞാനില്ലേ കൂടെ. ചേച്ചി ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോ. ആ തുടങ്ങ് ഗോപിക വേഗം. ശരി ശരി, ഏട്ടന് വേണ്ടതൊക്കെ ഞാൻ ഇപ്പൊ ഉണ്ടാക്കി തരാം. ഇട് ഇട്, ഫുള്ളിട് ഫുള്ളിട്. ഇന്നത്തെ ഭക്ഷണത്തിന് നല്ല സ്വാദുണ്ട്. സ്മൃതി ഇത്ര നന്നായി പാചകം ചെയ്യാൻ പഠിച്ചോ? അയ്യോ, ഇന്നത്തെ കുക്കിംഗ് ഞാനല്ല ചെയ്തതമ്മേ. പിന്നെ ഇതെല്ലാം ആരാ ഉണ്ടാക്കി? ഇതെല്ലാം ഈ വീട്ടിലെ പുതിയ മരുമകളുടെ കൈപുണ്യ. ഗോപികേച്ചിയാ ഈ വിഭവങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത്. എല്ലാം അസലായിട്ടുണ്ട് മോളെ. ശരിയാ, നന്നായിട്ടുണ്ട്. അച്ഛാ, ഞാൻ പറഞ്ഞ ഗോപിക നിൽക്കുന്നൊക്കെ. ആഹാ, നീ ആളും എടുക്കാനാണല്ലോ.
ഏതായാലും എന്റെ മോന്റെ സെലക്ഷൻ മോശമായില്ല. ഗോപികയുടേത് നല്ല ജാതകമാണ്. ഋഷിയുടെയും ഗോപികയുടെയും ജാതകങ്ങൾ തമ്മിൽ ചേരില്ല. ഇവർ തമ്മിലുള്ള വിവാഹം നടന്നാൽ ഗോപികയ്ക്ക് വൈദവ്യ ദോഷം ഉണ്ടാവും. ഋഷി ഗോപികയെ വിവാഹം കഴിച്ചാൽ ഋഷിക്ക് അകാല മൃത്യു സംഭവിക്കും. അച്ഛാ ഇതുകൂടെ കഴിക്കേ. ആ മതി, വേണ്ട മോളെ, വേണ്ട. എന്നാ ഇതിരട്ടെ? മതി മോളെ, കുറച്ച്. വേണ്ട. ഇങ്ങനെ പോയാലേ മിക്കവാറും ഞാൻ വയററിയാതെ ആഹാരം കഴിച്ചു പോവും. അമ്മ എന്താ ഒന്നും പറയാത്തത്? അമ്മയ്ക്ക് ഇഷ്ടമായില്ലേ? ഭക്ഷണം വളരെ നന്നായിട്ടുണ്ട്. ഞാൻ പൊതുവെ കുറച്ച് മാത്രമേ കഴിക്കാറുള്ളൂ, അതുകൊണ്ടാ മതിയാക്കി. ഞാൻ നാളെ അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്, നീയും കൂടി വരണം. നമുക്കിപ്പോ ദൈവാധീനം ഏറെ വേണ്ട സമയമാണല്ലോ. ദേവികെ, ഇത് വാങ്ങിച്ചോളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.